നിങ്ങളുടെയും എന്റെയും ജീവിതം പ്രകാശമാകണമെങ്കിൽ യേശുവാകുന്ന വെളിച്ചം നമ്മിൽ ഉണ്ടാകണം. നിങ്ങളുടെ കുടുംബം വെളിച്ചമാകണമെങ്കിൽ, നിങ്ങളുടെ ജീവിതം പ്രകാശമാകണമെങ്കിൽ യേശു നിങ്ങളിൽ പ്രസന്റ് ആയിരിക്കണം. ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണ വീട്ടിലാണ് യേശു ആദ്യത്തെ അത്ഭുതം ചെയ്തത്. അപ്പൊ ദൈവപ്രവർത്തിക്ക് സാധ്യതയില്ല. ഇരുട്ടുപിടിച്ച സ്ഥലമെന്ന ആളുകൾ വിശേഷിപ്പിച്ചെഴുതി തള്ളിയെടുത്ത് തന്നെ യേശു ആദ്യം പോയി. അപ്പൊ മനസ്സിലാക്കണം, ഇനി ഒരത്ഭുതത്തിനും സാധ്യതയില്ല. ഇനി അവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. അതൊരു നമ്മൾ പറയത്തില്ലേ, അതൊരു ഇരുട്ട് പിടിച്ച വീട്, അതൊരു ഇരുട്ട് പിടിച്ച സ്ഥലം. കർത്താവ് പറയുന്നു, എനിക്ക് ആദ്യം പോകാനുള്ളത്, എനിക്ക് ആദ്യം പ്രവർത്തിക്കാനുള്ളത് അവിടെയാണ്. കാരണം ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. നിങ്ങളുടെയും എന്റെയും ജീവിതം പ്രകാശമാകണമെങ്കിൽ യേശുവാകുന്ന വെളിച്ചം നമ്മിൽ ഉണ്ടാകണം. നിങ്ങൾക്കറിയാമോ, നരകം ഇരുട്ടാണ്, സ്വർഗം വെളിച്ചമാണ്. നരകം ഇരുട്ടാകാനുള്ളതിന്റെ കാരണം നരകത്തിൽ യേശു ആബ്സെന്റ് ആണ്. സ്വർഗം വെളിച്ചമാകാനുള്ളതിന്റെ കാരണം സ്വർഗത്തിൽ യേശു പ്രസന്റ് ആണ്. നിങ്ങളുടെ കുടുംബം വെളിച്ചമാകണമെങ്കിൽ, നിങ്ങളുടെ ജീവിതം പ്രകാശമാകണമെങ്കിൽ യേശു നിങ്ങളിൽ പ്രസന്റ് ആയിരിക്കണം. കർത്താവ് എവിടെ ആബ്സെന്റ് ആണോ, ഒരു കുടുംബത്തിൽ യേശു ആബ്സെന്റ് ആണെങ്കിൽ ആ വീടിനകത്ത് നരകതുല്യമായ ഒരു പ്രതിസന്ധി കാണും. ഒരു വ്യക്തിയിൽ യേശു ആബ്സെന്റ് ആണെങ്കിൽ അവനിൽ നരകത്തിന്റെ സ്വഭാവങ്ങൾ കാണും. എന്നാൽ ഒരു വ്യക്തിയിൽ യേശു പ്രസന്റ് ആണെങ്കിൽ അവനിൽ ക്രിസ്തു സ്വഭാവം ഉണ്ടാകും, അവനിൽ വെളിച്ചമുണ്ടാകും. വെളിപ്പാട് 21 എഴുതിയിട്ടുണ്ട്, നഗരത്തിൽ പ്രകാശം സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല, ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. കുഞ്ഞാട് അതിന്റെ വിളക്കായിരുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശുവിന്റെ നാമമല്ലാതെ വേറെ ഒരു നാമവുമില്ല. നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. കാരണം കുഞ്ഞാട് അതിന്റെ വിളക്കായിരുന്നു. പ്രവാചകനായ യെശയ്യാവ് പ്രവചിച്ച ഒരു പ്രവചനത്തിന്റെ നിവർത്തീകരണം മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സെബുലൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരെയുള്ള നാടും ജാതികളുടെ ഗലീലയും, ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ച പ്രവചനം നിവർത്തിയാകാനിടവന്നു. ജാതികളുടെ ഗലീല, ഇരുളടഞ്ഞ ഗലീല, മരണത്തിന്റെ നിഴൽ വീണ ദേശമെന്ന് പ്രവാചകൻ വിശേഷിപ്പിച്ച ഗലീല, ആ ഗലീലയിലാണ് യേശു ആദ്യത്തെ അത്ഭുതം ചെയ്തത്. ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണ വീട്ടിലാണ് യേശു ആദ്യത്തെ അത്ഭുതം ചെയ്തത്. അപ്പൊ ദൈവപ്രവർത്തിക്ക് സാധ്യതയില്ല. ഇരുട്ടുപിടിച്ച സ്ഥലമെന്ന ആളുകൾ വിശേഷിപ്പിച്ചെഴുതി തള്ളിയെടുത്ത് തന്നെ യേശു ആദ്യം പോയി. ഇങ്ങനെ ഇരുട്ടിലിരുന്ന ജനം വലിയ വെളിച്ചം കണ്ടു. അപ്പൊ മനസ്സിലാക്കണം, ഇനി ഒരത്ഭുതത്തിനും സാധ്യതയില്ല. ഇനി അവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. അതൊരു നമ്മൾ പറയത്തില്ലേ, അതൊരു ഇരുട്ട് പിടിച്ച വീട്, അതൊരു ഇരുട്ട് പിടിച്ച സ്ഥലം. കർത്താവ് പറയുന്നു, എനിക്ക് ആദ്യം പോകാനുള്ളത്, എനിക്ക് ആദ്യം പ്രവർത്തിക്കാനുള്ളത്, എനിക്ക് ആദ്യം ചിലത് ചെയ്യാനുള്ളത് അവിടെയാണ്. കാരണം ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്.